തുടയ്ക്കാൻ പോവാട്ടോ. തുണി എടുത്തിട്ട് തുടയ്ക്കാറുള്ളൂ, എനിക്ക് വടിയെടുത്ത് തുടയ്ക്കാറില്ല. അപ്പോൾ തുണി എടുത്ത് തുടയ്ക്കലാണ്. അലമാര തുറന്നിട്ടുണ്ട്. ഇങ്ങനെ വഴി നമുക്ക് മുക്കുമൂലൊക്കെ ചേർത്ത് തുടയ്ക്കാനായിട്ട് പറ്റും. വടി പോലെയല്ലല്ലോ. അപ്പോൾ ഈ അലമാരുടെ അടിയിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ കൈ നന്നായി കിടത്തി കട്ടിലിൻ്റെ അടിയിലായാലും കട്ടിലങ്ങോട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ആ സൈഡ് തുടയ്ക്കും, പിന്നെ ഈ സൈഡ് തുടയ്ക്കും. അപ്പോൾ ഓക്കെയാണ്. മുടിനാരാണ് കേട്ടോ. മുടിനാര് കെട്ടി തോൽക്കും. 2 പെണ്ണുങ്ങളുള്ള കുടുംബത്ത്. പക്ഷെ മുടിനാരിൻ്റെ അങ്ങേ തല പറക്കി തോൽക്കും തുടച്ച് വരുമ്പോൾ. ഇപ്പോൾ ഒരു മൂക്ക് വലിക്കുന്ന സ്വഭാവം വന്നിട്ട് എന്താ സംഭവം എന്നറിയില്ല എനിക്ക്. വെറുതെ കോൾഡൊന്നും ഇല്ലെങ്കിലും ഞാനിങ്ങനെ വലിക്കുക. മൂക്കിലൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, വയസ്സാകുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മ എണീറ്റ് വരും പറയാൻ പറ്റും, അത് അമ്മ എണീറ്റിട്ടുണ്ട് എന്ന് പറയും. അമ്മ അങ്ങനെ വലിച്ചിട്ട് വരിക. അപ്പം അമ്മ പോകുമ്പോൾ ഓരോരുത്തർക്ക് തന്നിട്ടാ പോയി തോന്നുന്നുണ്ട്. എനിക്കിഷ്ടമായിട്ടോ അമ്മയുടെ കിട്ടി. ഇപ്പോൾ ഇവിടേക്ക് നമ്മുടെ ഈ പാമ്പേരിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് തുടയ്ക്കാൻ പറ്റുന്നതാ. ഇവിടെയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തുടയ്ക്കുമ്പോൾ, വടി കൊണ്ട് തുടയ്ക്കുമ്പോൾ നടക്കില്ലല്ലോ. ഇപ്പോൾ ഈ റൂമ് തുടയ്ക്കൽ കഴിഞ്ഞു. ഇനി അനന്തമോൻ കിടക്കുന്ന റൂമാണ്. അതിൻ്റെ അനന്തം എന്താ ചെയ്യണമെന്ന് നോക്കാം. നല്ല ഉറക്കമായിരിക്കും നമുക്ക്. നല്ല ഉറക്കമായിരിക്കും, നല്ല സൂപ്പർ ഉറക്കമാണിപ്പോൾ. ഞാനവിടെ ചെന്ന് ലൈറ്റ് ഇടുമ്പോൾ എല്ലാം അവനിതാവും. വെളിച്ചില്ല, ഉറങ്ങാല്ലേ. ഇവിടുത്തെ ലൈറ്റ് ഒന്നും ഇടാൻ നോക്ക്. പാവം നല്ല ഉറക്കാം. വിളിച്ച് ശല്യപ്പെടുത്തണ്ട, അങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ. അതിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ. അവൻ സമാധാനമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള വിഷമത്തിനാണ് ഞാൻ എൻ്റെ എന്താ പറയുക ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് അവന് വേണ്ടിയിട്ടാണ്. പറയുകയാണെങ്കിൽ കുറേ കഥകൾ പറയാനുണ്ടാവും നിങ്ങളുടെ അടുത്ത്, കുറേ വിഷമങ്ങൾ പറയാനുണ്ടാവും. ശരിക്കും എൻ്റെ അമ്മ പറയും, അമ്മയുടെയൊക്കെ പണ്ടത്തെ കഥ പറയുകയാണെങ്കിൽ സിനിമ പിടിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആൻറ്റിയും ഒരു സിനിമ പിടിക്കാം. പക്ഷെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വിഷമം പ്രകടിപ്പിച്ച് അതൊന്നൊരു സഹതാപം, അത് താല്പര്യമില്ല. ബി പോസിറ്റീവ് എന്ന് പറയാൻ എനിക്കിഷ്ടം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു വിഷമമില്ല വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വിഷമമില്ല. പിന്നെ മോൻ്റെ വയ്യായ അത് ദൈവം തന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ നോക്കും, അവനെ ഭംഗിയായി നോക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലോ എനിക്കത് ഭഗവാൻ തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വിഷമം ഞാൻ മറക്കുക തന്നെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കാലശേഷം എന്ന് ചിന്തിച്ചാൽ പിന്നെ ഒത്തിരി വെള്ളം പോലും ഇറങ്ങില്ല ആ അവസ്ഥയാണ്. പിന്നെ എൻ്റെ മോൻ എപ്പോഴും ഹാപ്പി ചെയ്തുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുക. പണികളുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വേഗം പണികൾ ചെയ്തിട്ട് ബാക്കിയുള്ള ദിക്കും കൂടി തുടയ്ക്കട്ടെ. എങ്ങനെ തുടയ്ക്കണം എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എല്ലാ ദിക്കും തുടച്ച് വരണ്ടേ, സമയമെടുക്കും.